ഇപ്പൊ ആളുകൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹണിയല്ല കല്യാണം കഴിച്ചേക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ ആൾക്കാർക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് അന്ന് പ്രതികരിക്കാത്ത ഹണി എന്തുകൊണ്ട് ഇപ്പം പ്രതികരിക്കുന്നു എന്ന ചോദ്യത്തിന് എന്തോ ഹണിക്ക് മറുപടി പറയാനുള്ളൂ. ഗുരുവായൂർ അമ്പലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഞാനും ആയിരിക്കില്ല അവിടെ മാരേജ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിറ്റി പെടുന്ന ആള് ഒരു 3 years മുന്നേ ഭീഷണിപ്പെടുത്തി ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്നെ അങ്ങനെ ചെയ്യും, ധൈര്യം കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കടി, അങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സംസാരിക്കാം, പക്ഷെ അതിനുള്ള ഉറപ്പും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം ഹണിയോടൊരു ഇഷ്ടക്കുറവും അല്ല ഇവരൊരു കൂട്ടമായിട്ട് നിന്ന് ഹണിയെ ശത്രുവാക്കാനുള്ള കാരണം എന്തോ? എന്റെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റെന്ന് എന്നെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് വേണ്ടി എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും എന്റെ നേരെ തിരിഞ്ഞതാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു നല്ല റിസോർട്ട് എടുത്ത് തന്നെ കാണാൻ തന്റെ പേര് ഞാൻ പറഞ്ഞു എന്റെ പേര് ഹണി എന്നാണെന്ന് പറഞ്ഞു. ഈ വ്യക്തിയോട് ഈ അനന്യ എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു സോറി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഈ വ്യക്തി ഉടനെ എന്നെ പറയുവാണ് ഇവൾക്ക് കേറാത്ത ഡാഷാണെന്ന് പറഞ്ഞു. എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മരിക്കുന്നവരെ എന്നെ ആ പബ്ലിക്കിലിട്ട് നാണം കെടുത്തിയിട്ട് രണ്ടാമത് എന്റെ ശരീരത്തിൽ കത്തിവെക്കാൻ കാരണം അവരെ ഒരു പെണ്ണിന്റെ വെജിനോട് ഉണ്ടെങ്കിൽ നമുക്ക് ലൂബ്രിക്കേഷൻസ് വേണം. ഒരു ട്രാൻസ്വുമൻ സർജറി പ്ലാസ്റ്റിക് വെച്ചിരിക്കുകയാണ്. 2-3 മാസത്തേക്ക് നമുക്ക് യൂറിൻ ഒഴിക്കുമ്പോൾ നീറ്റിലെടുത്ത് മരിക്കും നമ്മള്. ഇപ്പൊ ഹണി പറഞ്ഞല്ലോ കുട്ടിക്കാലത്താണെങ്കിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടുണ്ടെന്ന്. ഏറ്റവും മനസ്സിൽ തട്ടുന്ന കഥ എന്തായിരിക്കും? 8th പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് ചോദിക്കുവാണ് എന്താണ് ചെയ്തത്, കുണ്ടൻ അടിച്ചത് കൊണ്ടാണ് അല്ലെ കോലി കളിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയും. ആ സാറും എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. 10th പഠിക്കുന്ന സീനിയേഴ്സ് എന്നെ കുറച്ച് 5 പിള്ളേർ കൂടിയിട്ട് എന്നെ ബാക്കിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൂട്ടലി റേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആദ്യമേ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ട്രാൻസിനോട് പൂർണ്ണമായി യോജിക്കാതെ വിവാഹം കഴിച്ചത് ഹണിയാണെന്ന് തികച്ചും തെളിയിക്കുവാനായി ഇന്ന് എന്നോട് സംസാരിക്കാൻ ഹണിയും കൂടെ ചുള്ളൻ ചെക്കൻ എന്ന് പറയാൻ ഗബ്രിയുമാണ്. നമസ്കാരം. ആദ്യം തന്നെ രണ്ടുപേരും ഒരു രക്ഷയില്ല കേട്ടോ. ലുക്ക് എന്നൊക്കെ വെച്ചാൽ ഇതാണ് സാറ് ലുക്ക്, അടിപൊളി. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ലുക്ക് എന്ന് പറഞ്ഞിട്ടല്ല, ചിലപ്പോ കാണുമ്പോ കൊള്ളാന്നൊക്കെ പറയാനുണ്ട്. ഗബ്രി ഹണി നിങ്ങളുടെ വിവാഹമാണ് ഇനി ഒരുമിച്ച് നടക്കാൻ പോന്നെ? ആക്ച്വലി ഞങ്ങള് കപ്പിൾസ് അല്ല, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ കപ്പിൾസ് ആണോ, അല്ലെ ഞങ്ങൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ കപ്പിൾസ് ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ മാച്ച് ആണെന്ന് പറയും. ഞങ്ങൾ ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത് പറയുന്നവര് തെറ്റ് പറയാനും പറ്റത്തില്ല കേട്ടോ, നല്ല മാച്ചിങ് നിങ്ങള്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് വേറെ റിലേഷൻ ഉണ്ട്, ഞാൻ കമ്മിറ്റഡ് ആണ്. ഗബ്രി സിംഗിൾ ആണ്. ഗബ്രി സിംഗിൾ. ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ വൺ സൈഡ് ലവ് ഉണ്ട്. വൺ സൈഡ് ലവ് പെയിൻഫുൾ ആണോ ഗബ്രി? പെയിൻഫുൾ അല്ല. അല്ല, ഞാൻ ഹാപ്പി അതില്. അതെ, നമ്മൾ ഇന്നൊരു കൂടിക്കാഴ്ച വന്നത് തന്നെ ആദ്യമായി വിവാഹം കഴിച്ചു എന്നൊരു പരാമർശം നമ്മളിപ്പം 2-3 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഹണി തൻ്റെ നിലപാടിൽ ഉറച്ചു പറയുന്നു ഞാനാണ് വിവാഹം കഴിച്ചത്. എന്താണ് അതിന്റെ സത്യകഥ? സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മാരേജ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ 4-ാം തീയതി 2021 എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്താണ് എന്റെ മാരേജ് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ മാരേജ് പുറത്തേക്ക് വരാഞ്ഞെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണങ്ങൾ നടത്തുന്നതിന് ഇത്ര ആളുകളെ വരാൻ പാടുള്ളൂ, ഇത്ര ആളുകളെ അമ്പലങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ, മീഡിയക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പൊ എന്റെ മമ്മി എന്ന് പറയുന്നത് രഞ്ജിമാർ എന്ന വ്യക്തിയാണ്. അപ്പൊ രഞ്ജിമാർ നടത്തുന്ന കല്യാണത്തിനകത്ത് ഒരുപാട് ആളുകളെ വിളിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കല്യാണം മാത്രം അത്ര പ്രൈവറ്റ് ആയിട്ട് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കോവിഡ് സമയത്ത് നമ്മൾക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പോകുന്നതിനും വരുന്നതിനും യാത്രകൾ ചെയ്യുന്നതിനും കുറെ കുറവുകൾ. ആദ്യം എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് ആലുവയിലായിരുന്നു. അപ്പൊ അവിടെ അത് കോവിഡ് കാരണം മാറ്റിയിട്ടാണ് പിന്നെ ഗുരുവായൂരേക്ക് മാറ്റിയത്. അപ്പോൾ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് അധികം വരാതിരുന്നത്. പിന്നെ നമ്മുടെ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഇത് പുറത്തേക്ക് വരാതിരുന്ന അങ്ങനെ. പിന്നെ മീഡിയനെ വിളിക്കാഞ്ഞത് ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരുന്നു വിളിക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാതിരുന്നത്. ഇന്ന് ഈ പറയുന്ന ഈ കുട്ടിയുടെ വിവാഹത്തെ പറ്റിയിട്ടുള്ള വീഡിയോസ് വന്ന സമയത്തും എൻ്റെ അടുത്ത് കുറെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഹണി ഇത് പ്രതികരിക്കാത്തതെന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഒരു വിഷയത്തിനകത്ത് പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. കാരണം ഇത്രയും നാളുകൾ കഴിഞ്ഞല്ലോ. അതെ, ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇതിനകത്ത് പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വീഡിയോന്റെ അടിയിൽ ആരൊക്കെയോ പോയിട്ട് ഞാനാണ് മാരേജ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടതിന്റെ അടിയിൽ എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സുകൾ ഞാൻ കണ്ടു. ശരിക്കും ഹണി പ്രതികരിക്കുന്നതിന് മുമ്പേ അമ്മയായ രഞ്ജിമ്മ പറഞ്ഞായിരുന്നു ആദ്യം അല്ലേ? തീർച്ചയായിട്ടും മമ്മി അതിനകത്തൊരു കമന്റ് ഇട്ടിരുന്നു, ഞാനാണ് ആദ്യമായിട്ട് അവിടെ എന്റെ മോളാണ് അവിടെ ഫസ്റ്റ് മാരേജ് ചെയ്തെന്ന്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഞാനും ആയിരിക്കില്ല
അവിടെ മാരേജ് ചെയ്തിരിക്കുന്നത്. അതിന് മുന്നേ ആരെങ്കിലൊക്കെ മാരേജ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇതെല്ലാവരും പറയുന്ന പോലെ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്തവരും കാണും. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഞാൻ ഈ സ്റ്റെല്ലയുടെ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ കണ്ടു 1986 അവിടെ മാരേജ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കമന്റ് കണ്ടു. ട്രാൻസ് തന്നെ. കാരണം ട്രാൻസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ അങ്ങനെ ഒരു കമന്റ് കണ്ടിരിക്കുന്നത്. ചിലപ്പോ ഇത് ആരും പുറത്ത് പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ഇതെങ്ങനെ കല്യാണം നടക്കാതിരിക്കുന്നത്? ഇവര് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് നടത്തിയെന്ന്. ഒരു വിവാഹം എങ്ങനെയാണ് ഒരു സദസ്സിൽ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നത്? അത് ഗുരുവായൂർ അമ്പലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലല്ലോ. അതിനകത്ത് എങ്ങനെയാണ് ഒരാണും പെണ്ണും അല്ലെങ്കിൽ ഒരാണും ട്രാൻസും പെണ്ണും അല്ലെങ്കിൽ 2 ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണ് പ്രൈവറ്റ് ആയിട്ട് കല്യാണം നടത്തുന്നത്? അങ്ങനെ നടത്താൻ പറ്റില്ലല്ലോ. അതും ഒരു പൂജാരി എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് ഒരാളല്ല. പുള്ളി വന്നിട്ട് കല്യാണം നടത്തി തരാം, അല്ല അവിടുന്ന് റെസിപ്റ്റ് തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നു, അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനത്തെ ഒരു കമന്റ് വന്നു. പിന്നെ എന്നെക്കുറിച്ച് തെറ്റായ കുറെ ആർഗ്യുമെന്റ്സ് നടന്നപ്പോൾ ഞാൻ പ്രതികരിച്ചതാണ്. അതാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ്സിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ ആളുകൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹണിയല്ല കല്യാണം കഴിച്ചേക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട്. പക്ഷെ ഹണി പറയുന്നു ഹണിയാന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാർക്കുള്ള ചോദ്യം എന്ന് പറയുന്നത്, അന്ന് പ്രതികരിക്കാത്ത ഹണി എന്തുകൊണ്ട് ഇപ്പം പ്രതികരിക്കുന്നു? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈഗോ ഇഷ്യൂ ഉണ്ടോ എന്ന ചോദ്യത്തിന് എന്തോ ഹണിക്ക് മറുപടി പറയാനുള്ളത്? ആക്ച്വലി ഞാൻ അന്ന് പ്രതികരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു അവാർഡിനോ ഒരു പട്ടത്തിനോ വേണ്ടിയിട്ടുള്ള മത്സരമൊന്നുമല്ലല്ലോ. നമ്മുടെ മാരേജ് നമ്മുടെ പേഴ്സണൽ കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ അജിനാണേലും ഇപ്പൊ വേറൊരു വ്യക്തിയാണേലും നമ്മുടെ സറൗണ്ടുള്ള നമ്മുടെ മാതാപിതാക്കളാണ് മാരേജ് ചെയ്യുന്നത് ഘോഷിക്കാനൊന്നുമല്ല. അപ്പൊ അത് ന്യൂസായി പോകുന്നത് അതാടെ മിസ്റ്റേക്ക് അല്ല. പക്ഷേ അവിടെ വന്നിരിക്കുന്ന കണ്ടന്റ് ആദ്യമായിട്ട് ചരിത്രം കുറിച്ചു എന്നുള്ള കാര്യം അവർ ചരിത്രം കുറിച്ചിട്ടില്ലല്ലോ. അതിന് മുന്നേ വിവാഹം നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തെയാണ് ഞാൻ തിരുത്തിയിരിക്കുന്നത്. അതിന് മുന്നേ നടന്നിരിക്കുന്നത് എന്റെതും അല്ല ആദ്യം നടന്നിരിക്കുന്ന വിവാഹം എന്ന് ഞാൻ പറയുന്നുണ്ട്. മുന്നേ നടന്നു. ഈ കുട്ടിയുടെ വിവാഹത്തെക്കാൾ മുന്നേ അവിടെ വർഷങ്ങൾക്ക് മുന്നേ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. അതെനിക്ക് തിരുത്തണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ ആഗ്രഹം നടന്നോട്ടെ, അവർ ഏത് രീതിയിൽ നടത്തിയാലും ആഗ്രഹം നടന്നോട്ടെ. അപ്പൊ അവർ പറയുന്നത് ഫാമിലി സപ്പോർട്ട് വാട്ടവർ എന്തും ആയിക്കോട്ടെ, നടന്നിരിക്കുന്നത് ലീഗലി മാരേജ് ആണെങ്കിൽ അത് നടന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവരത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ തെറ്റ് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് അറിഞ്ഞെങ്കിൽ അവരെ തിരുത്താൻ ബാധ്യസ്ഥയാണ്. അവരോട് ഞാൻ പല സമയത്തും ഇത് പറഞ്ഞിട്ടും അവർ ആ തെറ്റ് തിരുത്തുന്നില്ല. ഹണി ഇത് പറഞ്ഞപ്പം പോലും ഇവരുടെ പ്രതികരണം എന്താ? അവര് പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, വന്നവര് പറഞ്ഞിട്ടില്ല, എനിക്ക് ഇന്ന ആളുകളാണ് നമ്പർ തന്നത്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇന്റർവ്യൂസ് കൊടുത്ത ആളുകളോട് പറയണം, ക്യാപ്ഷൻ തിരുത്താൻ പറയണം. നിങ്ങൾ തെറ്റാ ഒരു ന്യൂസ് കൊടുക്കരുത്. നിങ്ങളെക്കാൾ മുന്നേ ആളുകൾ അവിടെ മാരേജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്തണം. കാരണം ഇത് ചരിത്ര നിമിഷം അല്ല. നിങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ളത് സത്യം, പക്ഷെ അതിന് മുന്നേയും വിവാഹങ്ങൾ നടന്നിട്ടുള്ളത് സത്യമാണ്. അപ്പൊ അത്ര ആളുകളെ വിഡ്ഢികളാക്കുന്നതല്ലേ, തെറ്റാണ്. ഇപ്പൊ ഒരു കല്യാണം നടക്കാൻ പോകുന്നു, 300 സംതിങ് ആളുകളെ കല്യാണം നടക്കാൻ പോകുന്നു, അത് ഒരു ന്യൂസ്. അതിനേക്കാൾ മുന്നേ 200 സംതിങ് ആളുകളെ കല്യാണം നടന്നു. അപ്പൊ സെയിം 250 പേരുടെ കല്യാണം നടന്നാൽ ചരിത്രമാവോ? ഇല്ല. പക്ഷെ അത് 300 സംതിങ് ആളുകളെ കല്യാണം നടക്കുമ്പോൾ ചരിത്രമാകുന്നത്. അതേപോലെ തന്നെ ഈ ട്രാൻസ്വുമൺ എന്ന് പറയുന്ന വ്യക്തി, അതേ ട്രാൻസ്വുമൺ ഈ പറയുന്നു ഞാൻ കല്യാണം കഴിച്ചത് ചരിത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സത്യമാകുന്നത്? മുന്നേയും കുറെ ട്രാൻസ്വുമൺസ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവര് ഹണിയെ കോൺടാക്ട് ചെയ്തിരുന്നോ? എന്നെ ഇങ്ങോട്ടാണ് കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ഒരാളുകളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. കാരണം എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവർ സംസാരിക്കുന്നത്. കാരണം ഇവരുടെ ഓരോ കാര്യങ്ങൾക്ക് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറില്ല. പൊതുവേ ഞാൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സിനോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇതിൽ പോലും പ്രതികരിക്കണ്ട എന്ന് വെച്ചതാണ് ഹണി. എന്നിട്ടും കമന്റില് ഹണിയെ മോശമായിട്ട് ചിത്രീകരിക്കും. ഹണി പ്രതികരിച്ചേ പറ്റൂ. ഇവര് പ്രതികരിക്കും. ഇവര് പറയുന്നത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള്, നമ്മളെ ഒളിച്ചു താമസിപ്പിച്ചു, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാൻ എന്റെ പാർട്ട്ണറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വേണ്ടാത്തതും എന്റെ ഇഷ്ടമല്ലേ. അതിനകത്ത് ഇവര് കൊണ്ടുവന്നിട്ട് നമ്മളെ വലിച്ച് ഇട്ടിട്ട് അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നു, നമ്മൾ നഷ്ടപരിഹാരം മേടിച്ചെന്ന് പറയുന്നു, നമ്മളെ കൊള്ളാത്തെന്ന് പറയുന്നു, നമ്മളുടെ ഭർത്താവായിരുന്ന വ്യക്തിനെ എന്തായാലും എന്റെ എക്സ് ആയിരുന്ന ആളെ പറ്റി മോശം പറയുമ്പോൾ ഞാൻ എത്രയെന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുന്ന ആ വ്യക്തി എനിക്ക് എന്റെ ആ സമയത്ത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതെ, ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന് വെച്ചിട്ട് ആ വ്യക്തിനെ ഒരു സ്ഥലത്തിട്ട് കൊത്തി കീറാനുള്ള ഒരു വസ്തുവായിട്ട് ഇട്ട് കൊടുത്തിട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥ ഒന്നും എനിക്കില്ല. അത് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അവര്. എന്നിട്ട് അതിന്റെ അടിയിൽ പോയിട്ട് എന്റെ കൂടെ ഉള്ളവരെ ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നെങ്കിൽ അവരത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അവരെ തിരുത്തണമായിരുന്നു. അവർ തിരുത്തുന്നില്ല. അവര് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥാനത്തിന് വേണ്ടി അവിടെ വന്നിട്ട് ഒരു പാവപ്പെട്ട ട്രാൻസ്വുമണിന്റെ കാര്യത്തിനകത്ത് ഞാൻ ഇടപെട്ടുന്ന രീതിയിൽ ഇവരത് കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് കരയുന്ന പോലെ, പാവങ്ങളായി ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഞങ്ങളത് മീൻസ് ഇവരിത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊരു കൃഷ്ണഭക്തിയാണ്, എന്നെ നശിപ്പിക്കരുത്. എനിക്കും കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ദൈവമാണ് കൃഷ്ണൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് കൃഷ്ണൻ. ഞാൻ എൻ്റെ എല്ലാ സ്റ്റാറ്റസിലും പറയുന്നുണ്ട്
കൃഷ്ണൻ തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ മാരേജ് ചെയ്തത്. പിന്നെ 2021 ആ സമയങ്ങളിൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് അവിടെ ഗുരുവായൂരമ്പലത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. കോവിഡിന് ശേഷമാണ് അത് നടത്താത്തത്. അവിടെ ഇപ്പം അന്വേഷിച്ചറിയാൻ പറ്റും. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഇവരെന്നെ ആ കാര്യം വരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ടാണ് ഇവര് ഞാനൊരു ഹിന്ദു അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അവർ ഈ പറയുന്ന കുട്ടി ഹിന്ദുവാണ്, ഞാനൊരു ക്രിസ്ത്യനാണ്, പിന്നെ മാരേജ് ചെയ്ത ആൾ ഹിന്ദുവാണ്. അപ്പൊ ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജാണ് ഗുരുവായൂരമ്പലത്തിൽ നടത്തിയിരിക്കുന്നത്. ഇവർ ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എടുത്തിട്ടിട്ട് സംസാരിക്കുക, ഞാനൊരു ഹിന്ദു ആയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ ഇവര് ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ഈ ഒരു കണ്ടന്റ് ഇവര് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയാം, എന്തിനാ നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്തിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാനൊരു അമ്പലത്തിൽ വന്ന് മാരേജ് ചെയ്യാൻ വില്ലിങ് ആയത്. അത് ഞാൻ എല്ലാ രീതിയിലുള്ള നിയമപ്രകാരം മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ പൊട്ടന്മാരായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്? അല്ല. പിന്നെ ആ സമയം വരെ ഇന്റർകാസ്റ്റ് മാരേജ് അവിടെ ചെയ്യുമായിരുന്നു. കോവിഡിന് ശേഷമാണ് അത് നടത്താൻ പാടില്ല എന്നുള്ള നിയമം വന്നിരിക്കുന്നത്. ഇവരിതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല. പിന്നെ നമുക്കിത് ചെയ്തിരുന്നിരിക്കുന്ന ആളുകളും പൊട്ടന്മാരോ ഒന്നും അറിയാത്ത ആളുകളൊന്നും അല്ല. ചുമ്മാ ഇവര് എന്തൊക്കെയോ ഇത് പറഞ്ഞോണ്ടിരിക്കുക. ഈ പ്രതികരണത്തെ പറ്റി ഗബ്രിക്ക് എന്തുവാ പറയാനുള്ളത്? പറയാണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഹണി. ഹണി തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഹണിയുടെ മാരേജ് ആണോ ആദ്യം കഴിഞ്ഞതെന്ന് പോലും ഹണിക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഹണിക്കത് പക്ഷെ മറക്കാം. അതെ, ഹണിക്ക് വേണം ഹണിയുടെ ആണെന്ന് വാദിക്കാം, പക്ഷെ ഹണി അല്ല ഹണിയുടെ ആണോ എന്ന് പോലും ഹണിക്ക് ഉറപ്പില്ല എന്ന് ഹണി പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒരാളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും അത് ചെയ്യുമ്പോൾ അത് തെറ്റാണ്. ഈ ഹണിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ആരെങ്കിലും ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് വേറെ പണിയില്ലേ ഇവിടെ നടക്കാൻ എന്നൊക്കെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞാലും ഞാൻ അത് നോക്കാറില്ല. അങ്ങനെ പറയുന്നവരോട് എന്ത് മറുപടി പറയും? എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഹണിയെ അറിയാം, ഹണിക്ക് എന്നെ അറിയാം. തീർച്ചയായിട്ടും എനിക്കത് മതി. വേറൊരാൾ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് ഹണീനെ അറിയാൻ. അതെനിക്ക് പറയാനുള്ളൂ. കൊടുക്കാനുള്ള മറുപടി അപ്പം കൊടുക്കും അല്ലേ? എന്തിനാ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് കൊടുക്കാനാ? ഹണി, ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഹണി? ഈ ഒരു പ്രശ്നം നമ്മൾക്ക് ഇതിപ്പോ മീഡിയയിൽ പോയിക്കുന്ന പ്രശ്നമാണ്. അത് മീഡിയ വഴി തന്നെയാണ് സോൾവ് ചെയ്യാൻ ഇനി പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മീഡിയയിലൂടെ തന്നെ ഞാനിപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ലൈവായിട്ട് ഞാൻ ഒരു ലൈവ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ റീൽസ് വഴി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് നമ്മൾ മറ്റുള്ളവർ അറിയണം, ഇവരല്ല ആദ്യമായിട്ട് മാരേജ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മീഡിയ വഴി തന്നെയാണ് ഇതിൻ്റെ അവെയർ കൊടുക്കേണ്ടത്. അല്ലാതെ ഇവരെ ഒരിക്കലും നമ്മൾ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തെറ്റായ ഒരു പബ്ലിസിറ്റി അല്ല ആരും നേടേണ്ടത്. നമ്മൾ ഹാർഡ് വർക്ക് ഞങ്ങൾ വന്ന അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ആണിനെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കല്യാണം കഴിക്കാൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ആ സമയത്ത് കോവിഡ് സമയത്ത് എൻ്റെ ബാക്കിലുള്ള എൻ്റെ മമ്മിമാരായിട്ടുള്ള വ്യക്തികൾ ഇതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ വ്യക്തികളൊന്നും അല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു കല്യാണമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ ഇത്ര ആളുകൾ ബാധിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട ആളുകളും ഉണ്ടാണ്ടിരിക്കും. അതുകൊണ്ടാണ് മമ്മി പോയിട്ട് അങ്ങനത്തെ കമന്റ്, ഞാൻ പോലും അല്ല ഇതിൽ കമന്റ് ഇട്ട് തുടങ്ങിയത്. എന്നെ കുട്ടി സംസാരിച്ച പോലും ആ കുട്ടി എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് ചോദിച്ചപ്പോഴും ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നിട്ട് എന്നെ ഇട്ടിട്ട് അപ്പോഴും ബെഞ്ചു മമ്മീനെ എല്ലാവരും കമന്റ് ഇട്ട് കളിയാക്കുന്നത് എന്നെയാണ്. ഈ കളിയാക്കലുകളിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കമന്റ് എന്തുവായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന് പുള്ളി എന്നെ ഹൈഡ് ചെയ്ത് ജീവിച്ചു എന്ന് പറയുന്നത്, ഞാനും പുള്ളിയും കൂടി ഹൈഡറായിട്ടാണ് ജീവിച്ചെന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടി പിരിഞ്ഞ സമയത്ത് ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് പൈസ നഷ്ടപരിഹാരം മേടിച്ചു എന്ന് പറഞ്ഞൊരു കമന്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ആ വ്യക്തിയും തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഡിവോഴ്സ് ആണ് മേടിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കാര്യങ്ങളിലും ഒരു പേയ്മെന്റ് മേടിച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ചുരുക്കം പറഞ്ഞ് എനിക്കും പുള്ളിക്കാരനും ഇല്ലാത്ത കുഴപ്പം കമന്റ് ഇടുന്നവന്മാർക്കുണ്ട്. കമന്റ് ഇടുന്നത് എന്റെ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾ തന്നെയാണ്. എനിക്കെതിരെ കമന്റ് ഇടുന്നത് എന്നെ ഇഷ്ടപ്പെടാത്ത എന്റെ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ. കാരണം ഈ കമന്റ് ഇപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വരുന്ന എല്ലാ ബാഡ് കമന്റിലും വന്ന് ലൈക്ക് അടിച്ച് പോകുന്നത് എന്റെ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ തന്നെയാണ്. ഈ ബാക്കിയുള്ളവർക്കെല്ലാം ഹണിയോടൊരു ഇഷ്ടക്കുറവും അല്ല ഇവരൊരു കൂട്ടമായിട്ട് നിന്ന് ഹണിയെ ശത്രുവാക്കാനുള്ള കാരണം എന്തോ? ഞാൻ ഇത് മുന്നേയും എൻ്റെ കമ്മ്യൂണിറ്റി ചെയ്യുന്ന പല തെറ്റുകളും ഞാൻ പുറത്തു കൊണ്ടുവന്ന് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റെന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇതിന് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഞാൻ ആ കുട്ടിയുടെ വോയിസ് റെക്കോർഡ് എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് സംസാരിച്ചു. ആ കുട്ടി ഇങ്ങനെ ആളുകളെ ചീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വോയിസ് റെക്കോർഡായിരുന്നു ഞാൻ ഇട്ടു. അന്ന് എനിക്ക് വേണ്ടി എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞതാണ്. ഞാൻ സ്ട്രോങ് ആയിട്ട് ഇതിന് സംസാരിച്ചതാണ്. കാരണം അതിനകത്ത് തെറ്റായ ഒരു കണ്ടന്റ് ആയിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒരിക്കലും തെറ്റായ ഒരു കാര്യം ചെയ്ത ഒരാളെയും പറ്റിച്ച് ജീവിക്കാൻ പാടില്ല. എനിക്കും വേണമെങ്കിൽ ആളുകളെ എൻ്റെ അടുത്തും ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പല ആളുകളെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാം, അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ എന്നെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കും വേണം ആളുകളെ പറ്റിക്കാം.
അങ്ങനെയല്ല, നമ്മൾ ഒരാളെയും പറ്റിച്ചിട്ടല്ല ജീവിക്കേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോഴും അന്നും എന്നോട് പറഞ്ഞു എനിക്ക് കണ്ണുകടിയാണ്, ഒരാളെ രക്ഷപ്പെടുന്നത് കൊണ്ടുള്ള കുശുമ്പ്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെയും കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ച്, എനിക്ക് ഫാമിലി ഉണ്ട്, ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഫാമിലി ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റി വന്ന് പറയട്ടെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ നിന്ന് 1 രൂപ മേടിച്ച് കഴിക്കുന്ന ഒരാളാണെന്ന്? ഞാൻ ഒരാളുടെ നിന്ന് 1 രൂപ മേടിക്കാറില്ല. എനിക്ക് അങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ കണ്ണിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അതിന് എനിക്കൊരാളെ പേടിയുമില്ല. ചുരുക്കം പറഞ്ഞ ഗബ്രി ഹണി ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവരല്ലേ? എല്ലാ കമ്മ്യൂണിറ്റിയും ഒറ്റയ്ക്ക് തന്നെ വഴിവിട്ട് വരുന്നവരാണ്. പക്ഷെ ചില ആളുകൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയില്ല. ചിലരെ ഭയക്കുന്നതല്ല, അവർക്ക് പറയാനുണ്ടെങ്കിൽ പോലും നമ്മളെ നേരിട്ട് വേണം പറയില്ല, അവർ മാറി നിന്നിട്ട് പറയും. അത് പാടില്ല, നേരിട്ട് പറയാം. നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ, എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്, നമുക്കുള്ള സ്പേസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും സ്പേസ് ഉണ്ട്. ഇന്ന് അതുകൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. എന്തെങ്കിലും ഭീഷണിയുടെ സ്വരം വന്നിട്ടുണ്ടോ ഹണിക്ക്? ഭീഷണി എന്റെ അടുത്ത് ആരും ഭീഷണി കൊടുത്തിട്ടില്ല. അവർക്ക് ആള് മാറിപ്പോയല്ലേ? എന്റെ അടുത്ത് ഭീഷണിയൊന്നും എന്റെ അടുത്ത് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ആ ഭീഷണിപ്പെടുത്തുന്ന ആളുടെ അടുത്ത് ഡയറക്റ്റ് എന്റെ അടുത്ത് ഒരു വട്ടം ഒരു കമ്മ്യൂണിറ്റി പെടുന്ന ആള് ഒരു 3 ഇയേഴ്സ് മുന്നേ ഭീഷണിപ്പെടുത്തി ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കമ്മ്യൂണിറ്റി പെടുന്നവർക്ക് അറിയാം. ഞാൻ അയാൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് പറയുന്നില്ല. ആ സ്പോട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞാണ് നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യൂ, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് സംസാരിച്ചത്. അതെ അന്ന് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പൊ എന്റെ അടുത്ത് വെല്ലുവിളിച്ചാൽ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരാളാണ്. കാരണം ധൈര്യം കൊണ്ട് വെല്ലുവിളിക്കണം. ചുമ്മാ നമ്മൾ സ്റ്റാറ്റസിൽ കിടന്നിട്ട് നിന്നെ അങ്ങനെ ചെയ്യും, ധൈര്യം കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കടി, അങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവർക്കും സംസാരിക്കാം. പക്ഷെ അതിനുള്ള ഉറപ്പും ഉണ്ടായിരിക്കണം. നമുക്ക് വായ്ത്താളത്തേക്കാൾ പ്രവൃത്തി ഇഷ്ടമല്ല. സത്യം. ഞാൻ പറയട്ടെ അജിൻ, ഒരു കാര്യം ഞാൻ അജിനെ വിളിച്ചിട്ട് പറയുവാണ്, അതിനുള്ള ധൈര്യം കൂടി നമുക്ക് വേണം. അതുപോലെ അജിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജിൻ അത് ചെയ്യാനുള്ള ധൈര്യം വേണം. ഞാൻ വന്ന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ചെയ്യണം. ചുമ്മാ നമ്മളെ ആളുകളെ കാണാൻ വേണ്ടി ലൈവ് ഇട്ടിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഞാൻ ചെയ്യാന്ന് പറയും. ഒരുപക്ഷെ ഹണി ഗബ്രി, ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ അറ്റാച്ച് ആയതാണോ ബാക്കിയുള്ളവർക്ക് കുഴപ്പം? ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞങ്ങള് കമ്മ്യൂണിറ്റിയുമായിട്ട് അധികം കമ്മിറ്റ്മെന്റ്സ് ഇല്ല. ഏകദേശം കുറച്ച് കമ്മ്യൂണിറ്റി, ഇപ്പൊ ശിവ, അർപ്പിത, പിന്നെ അനു, പിന്നെ കുറച്ച് കമ്മ്യൂണിറ്റികൾ, മിക്കി, അങ്ങനെ കുറച്ച് കമ്മ്യൂണിറ്റിയോട് മാത്രമാണ് കമ്മിറ്റ്മെന്റ്സുകൾ വെച്ചിരിക്കുന്നത്. അല്ലാതെ അധികം ആളുകളോട് കോൺടാക്ട്സ് ഇല്ല. രഞ്ജുമ്മ, ശീതൽ മമ്മി, അങ്ങനെ കുറച്ച് പേരോട് കോൺടാക്ട്സ് ഉള്ളു. അങ്ങനെ ഒരുപാട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ്, കാരണം കുറെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവർ നെഗറ്റീവായിട്ടുള്ള, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പറ്റിയിട്ട് ഇവര് നമ്മളുടെ അടുത്ത് നെഗറ്റീവായിട്ടുള്ള കുറെ തോട്ട്സ് പറഞ്ഞു നിന്നുകൊണ്ടിരിക്കും. നമ്മളിത് കേട്ട് വരുമ്പോൾ നമ്മളും നെഗറ്റീവായി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, ഇവരെ പറ്റിയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും കേട്ടിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായി പോവാണ്. നമ്മൾ ഒരു കാര്യം തന്നെ, ഒരു തെറ്റായ പാട്ട് തന്നെ ഡെയിലി കേട്ടോണ്ടിരുന്ന് നോക്കി, നമ്മൾ ആ പാട്ട് തെറ്റായി പാടിക്കൊണ്ടിരിക്കും. ആ ഒരു രീതിയാണ് എന്റെ കമ്മ്യൂണിറ്റി. ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ ശരിയല്ല. ആ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ആ ഒരു ശരിയില്ലാത്ത കുറെ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾക്കെതിരെ തിരിയുവാണ്. ഞാൻ അതുകൊണ്ട് എന്റെ കമ്മ്യൂണിറ്റിയോട്ട് ഒരു ഗ്രൂപ്പിലില്ല, ഒന്നിലുമില്ല, മാറി താമസിക്കുകയാണ്. അതുകൊണ്ട് എന്നാ ഒന്നിനും ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. സ്വന്തമായിട്ട് എന്റെ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. ഇതുപോലെ നല്ലൊരു കൂട്ടുകാരനില്ല കൂടെ. സത്യമായിട്ട് അത് ചെറിയ കാര്യമല്ലേ? ഒരു വിഷമം വരുമ്പോ ഒരാൾ കേട്ടിരിക്കുക എന്ന് പറയുന്നത് ലൈഫിൽ ഏറ്റവും വലിയ കാര്യമാണ്. ആ ഗബ്രീനെ പോലെ തന്നെയാണ് ഇപ്പൊ അനു ആണെങ്കിലും എന്ത് കാര്യത്തിനും ഓടി വന്ന് ഹെൽപ്പ് ചെയ്യും. ശിവ, അർപ്പിത, ഇവരൊക്കെ നമ്മുടെ ചങ്സ് പോലെ. അമ്മ, രഞ്ജുമ്മ നമ്മുടെ കൂടെ പുറപ്പാ. മീൻസ് ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഗബ്രി, ഞാൻ വന്നപ്പം പോലും മനസ്സിലാവും ഗബ്രി കൂടുതൽ സംസാരിക്കത്തില്ലല്ലേ? സംസാരിക്കും. സംസാരിക്കാൻ തുടങ്ങിയ സംസാരമാ. ഗബ്രി ഇപ്പൊ ഗബ്രി ആണെങ്കിൽ ഹണി ആണെങ്കിൽ ഇത്രയും ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു കണ്ണീരുണ്ടല്ലേ? അല്ല, ലൈഫിൽ ഒരുമിച്ച് രക്ഷപ്പെട്ട് വന്നവരോ പൊട്ടി വീണ് മുളച്ചതോ ഒന്നും അല്ലല്ലോ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരുടെയും പാസ്റ്റ് ലൈഫ് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്കൂൾ ലൈഫിൽ ഇപ്പൊ എന്റെ സ്കൂളിൽ ഉണ്ടായ കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട്, ഞാൻ പഴയ ഇന്റർവ്യൂസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്കൂൾ ലൈഫിൽ പകുതിക്ക് വെച്ച് പഠിപ്പ് നിർത്തിയിട്ട് പിന്നെ അത് പ്രൈവറ്റായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ലൈഫിൽ ഞാൻ ആരോടും പ്രതികരിക്കാത്ത ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വയം മിണ്ടാണ്ടിരിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ ഒരാളായിരുന്നു. ഞാൻ പിന്നെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ തന്നെയാണ്. അതിന് ആദ്യമൊക്കെ എനിക്ക് എന്നാലും പേടിയായിരുന്നു. പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സ്വീറ്റി എന്ന് പറഞ്ഞിട്ട്, സ്വീറ്റി ബെർണാഡ് എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിക്കാരത്തിന്റെ കൂടി കഴിഞ്ഞപ്പോഴാണ് പ്രതികരിക്കണം, എന്തിനും നമ്മൾ അവളെ എപ്പോഴും പ്രതികരിക്കും. ഞാൻ ആദ്യം ചിന്തിക്കുമായിരുന്നു എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ പ്രതികരിക്കുന്നത്, എല്ലാത്തിനും പ്രതികരിക്കും.
ചെറിയ ഒരാൾ നമ്മൾ നോക്കി എന്താണ് നോക്കണമെന്ന് പറഞ്ഞാൽ അവൾ പ്രതികരിക്കും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഓർക്കും എന്തിനാ ഇങ്ങനെ എല്ലാത്തിനും പ്രതികരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ആളുകൾ നമ്മുടെ സംസാരിക്കാതാവും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കണം. മിണ്ടാതിരുന്ന എല്ലാരും കൂടെ കാണും അല്ലേ? മിണ്ടാണ്ട് കയറുന്ന നമ്മളെ ചെണ്ട കൊട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ചെണ്ട മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൊട്ടിക്കൊണ്ടാവും. പക്ഷെ ആ ചെണ്ടയും തിരിച്ച് എന്താടോ കൊട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെണ്ടേനെയും കൊട്ടാൻ ആളുണ്ടാവില്ല. നമ്മൾ സംസാരിക്കണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ ഒരു തെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ താൻ കണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കണം. തന്റെ തെളിവുണ്ടോ എന്ന് ചോദിക്കണം. ചുമ്മാ എന്റെ നേരെ പറയരുന്ന് പറയണം. ഇപ്പൊ ഹണി പറഞ്ഞല്ലോ കുട്ടിക്കാലത്താണെങ്കിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടുണ്ടെന്ന്. ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ എല്ലാവർക്കും ഓരോ കഥകളുണ്ടല്ലേ? ആ കഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ കളിയാക്കലുള്ള പേരുകളാട്ടെ അല്ലെങ്കിൽ ജീവിച്ചു വന്ന സാഹചര്യമാകട്ടെ ഏറ്റവും മനസ്സിൽ തട്ടുന്ന കഥ എന്തായിരിക്കും? മീൻസ് എന്റെ സ്കൂളിൽ നടന്നൊരു സംഭവം മാത്രമല്ല, എന്നെ അങ്ങനെ കളിയാക്കി പേരുകളൊക്കെ വിളിക്കുന്ന ഇങ്ങനെ പെണ്ണുങ്ങളുടെ പേരൊക്കെ വിളിച്ചിട്ട് കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ എനിക്ക് അങ്ങനത്തെ പിന്നെ സ്കൂളിലുള്ള പിള്ളേരുടെ ഭാഗത്ത് നിന്ന് കുറെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കളിക്കാൻ വേണ്ടി ബാക്കിൽ ഞാൻ 8th പഠിക്കുന്ന സമയത്ത് 10th പഠിക്കുന്ന സീനിയേഴ്സ് എന്നെ കുറച്ച് 5 പിള്ളേർ കൂടിയിട്ട് എന്നെ ബാക്കിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൂട്ടലി റേപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ആൺകുട്ടിയായിരിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതൊരു പള്ളി സ്കൂളിലാണ്. അപ്പൊ ഭയങ്കര മോശമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഭയങ്കര മോശമായിട്ട്. എന്നിട്ട് ഞാൻ അത് പോയിട്ട് എൻ്റെ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് ചോദിക്കുവാണ് എന്താണ് ചെയ്തത്, നീ ഇങ്ങനെ പെണ്ണിനെ പോലെ നടന്നിട്ടല്ലേ, എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ സാറും എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മൃഗീയമായിട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം പോലും കാണിച്ചിട്ടില്ല. ഇല്ല. 10th പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു 10th പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ നോളജ് എവിടെ നിന്ന് കിട്ടുന്നു, ഇങ്ങനത്തെ അറിവുകൾ എവിടെ നിന്ന് കിട്ടുന്നു, ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹണി, എനിക്ക് ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആവണം എന്നൊരു തോന്നൽ തുടങ്ങിയത് എപ്പോഴാണ്? ആക്ച്വലി എനിക്ക് 4 ചേച്ചിമാരാണ്, പിന്നെ അമ്മയാണ്. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അപ്പൊ ഞാൻ കുഞ്ഞിലേ തൊട്ടേ എന്നെ ഗേളിഷ് ഫീലിങ്സ് ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ചെറുപ്പത്തിലെ എന്നെ അമ്മ ആൺകുട്ടികളുടെ ഒരു മോനേ ഉള്ളത് വീട്ടില്. അപ്പൊ അങ്ങനെ ആൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങി തരുമ്പോഴേ ഞാനിപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ വാങ്ങി തരുന്നത്. അപ്പൊ ചോദിക്കും. അപ്പൊ അമ്മച്ചി പറയും, അമ്മച്ചി എപ്പോഴും പറയും ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടേണ്ടത്, നീ ആൺകുട്ടിയാണ്. അപ്പൊ ഞാൻ പറയും അല്ല, ഞാൻ ആൺകുട്ടിയല്ല, ഞാൻ ചേച്ചിമാരെ പോലെ മീൻസ് എനിക്ക് അങ്ങനത്തെ. അപ്പൊ അതുപോലെ തന്നെ എന്റെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എനിക്ക് എന്നെ കുറിച്ചിട്ട്. ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ അവരെ പോലെ അല്ലല്ലോ. അപ്പൊ എന്റെ മൂത്ത സിസ്റ്റർ എന്നെക്കാളും ഒരു 2 years ആണ് മൂത്തതുള്ളത്. അപ്പൊ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കുളിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും ഇവര് ഡിഫറെന്റ് ആണല്ലോ, ഞാൻ അങ്ങനെയല്ലേ ഇരിക്കേണ്ടത്, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ എന്നും ചിന്തിക്കുമായിരുന്നു. പിന്നെ ഞാൻ വളർന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാനൊരു ആൺകുട്ടിയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു മൈൻഡിൽ വന്ന് ജനിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ എനിക്ക് അന്ന് 8th പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷെ എല്ലാരും പറയും നമുക്കൊരു പാർട്ണർ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ ഇപ്പൊ മലയാളത്തിൽ പറയുവാണെങ്കിൽ കുണ്ടനടിച്ചത് കൊണ്ടാണ്, അല്ലെ കോല് കളിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയും. അതുകൊണ്ടിട്ടൊന്നും അല്ല ഒരാൾ ട്രാൻസ്വുമൺ ആകുന്നത്. ഇങ്ങനെ ഇപ്പൊ ചില നാടുകളിൽ കാണാൻ പറ്റും, കല്യാണം കഴിച്ച് കുട്ടികളുള്ള ഫെമിനിനായിട്ട് നടക്കുന്ന ആണുങ്ങൾ ഉണ്ടാവും. അവരൊന്നും ഇങ്ങനത്തെ ഗേയോ കുണ്ടനോ ഒന്നും അല്ല, അവർക്ക് പെണ്ണിനോട് തന്നെ ആയിരിക്കും താല്പര്യം. ഒരാള് ഫെമിനിനായി നടക്കുന്നെന്ന് വെച്ചിട്ട് അയാൾക്ക് പെണ്ണാണോന്നോ ആണിനോട് സെക്സ് ചെയ്യണമെന്നോ ഒന്നും ഉണ്ടാവില്ല. അയാളുടെ മാനറിസങ്ങളാണത് എന്ന് വെച്ചിട്ട് അയാളുടെ ഫീലിങ്സ് ഒക്കെ പെണ്ണിനോട് തന്നെയായിരിക്കും. അങ്ങനെയുള്ള ചില ആണുങ്ങള് കണ്ടിട്ടില്ലേ, എല്ലാ ആണുങ്ങളും ഭയങ്കര മസ്കുലർ ആയിരിക്കും, എല്ലാ ആണുങ്ങളും ഭയങ്കര പുരുഷത്വമുള്ളവരായിരിക്കും. അല്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരും അവരുടെ ഒരു ബിഹേവിയർ ആണ്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു എന്റെ കാര്യത്തിനകത്തും. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ പാർട്ണറോട് ഷെയർ ചെയ്യായിരുന്നു എനിക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം, എനിക്കിങ്ങനെ. അപ്പൊ അവൻ പറയുമായിരുന്നു, അപ്പൊ ഞങ്ങൾ ആ സമയത്തൊന്നും അറിയത്തില്ല ഇതിനെ കുറിച്ച്, ഈ ഒരു ടൈമും ആ ടൈമിലൊന്നും ഇങ്ങനെ സംഭവം പോലും അറിയത്തില്ല. അപ്പൊ അവൻ പറയും ഇങ്ങനത്തെ ആ സമയത്തൊക്കെ ഏതോ ഒരു ആലുവയിലുള്ള ഒരാളേക്കോ പോയിട്ട് ഇങ്ങനെ മാറി. അപ്പൊ ഒരു മാഗസിൻ ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അവൻ വായിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ചേച്ചി പോയി മാറിയിട്ടുണ്ട്, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് പൈസ പുറത്തൊക്കെ പോയി ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ തൊട്ട് ഇങ്ങനത്തെ ഒരു ചേഞ്ച് ആവണം എന്നുള്ള ചിന്തയാണ്, എങ്ങനെ ഇത് മാറണം, ഇങ്ങനെ അങ്ങനത്തെ ഒരു ചേഞ്ച്. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നവും സംഭവിച്ചു. അപ്പൊ ഇതൊന്നും ഞാൻ എൻജോയ് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ ഒരു മെയിലുമായിട്ട് ഞാൻ സെക്സ് ചെയ്തൊന്നും ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. ഇവർ പറയുന്നത് എൻജോയ് ചെയ്ത് കാണുമെന്ന്, ഒരിക്കലും എൻജോയ് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ പാർട്ണറുമായിട്ട് ഇരിക്കുന്ന ആ സിറ്റുവേഷൻസ് അല്ലാതെ ഞാൻ എല്ലാ ആണുങ്ങളുടെ കൂടെയുള്ള സെക്സ് എൻജോയ് ചെയ്യുന്നില്ല. മീൻസ് അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് എല്ലാ ആണുങ്ങളും കാണുമ്പോൾ നമുക്ക് ആ ഫീലിങ്സ് ഒന്നുമില്ല. എല്ലാ വ്യക്തികൾക്കും, എല്ലാ സ്ത്രീകൾക്കും, എല്ലാ പുരുഷന്മാർക്കും ഈ ലോകത്തുള്ള എല്ലാവരോടും കാണുമ്പോൾ സെക്സ് തോന്നണമെന്നില്ല. അതേപോലെ തന്നെ എല്ലാ ട്രാൻസ്വുമൻസും ഈ ആളുകളുടെ ഒരു തെറ്റായ ധാരണയാണ്, ട്രാൻസിനും എല്ലാവരും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അവർക്കും ഉണ്ട് ചോയ്സ്, അവർക്കും ഉണ്ട് ഇഷ്ടങ്ങള്, അവർക്കും ഉണ്ട് ഇന്ന പുരുഷന്മാരോട് മാത്രം തോന്നുന്നത്. അവരുടെയും ടേസ്റ്റും അവരുടെയും ചോയ്സും വ്യത്യസ്തതയുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ചില ആളുകളോട് മാത്രം റിലേഷൻസ് ആവുന്നതും, ചില ആളുകളോട് മാത്രം പ്രേമിക്കുന്നതും, ചില ആളുകളെ മാത്രം
വിവാഹം കഴിക്കുന്നതും. ഈ കാണുന്ന എല്ലാ ആളുകളെയും കാണുമ്പോൾ കയറി പിടിക്കാനും കയറി ഓടിപ്പോകാനും നിൽക്കുന്നവരല്ല ട്രാൻസ്. പിന്നെ സെക്സ് വർക്ക് ചെയ്യുന്നവരുടെ കാര്യത്തിൽ അതിപ്പോ പെൺകുട്ടികൾ പോയി റോട്ടിൽ നിന്നാലും അവരെ വരുന്ന എല്ലാ ആണുങ്ങളെ സെക്സ് ചെയ്തേ പറ്റത്തുള്ളൂ, അത്രേ നടക്കുന്നുള്ളൂ. അതും ഇതും കൂടി കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ പാർട്ണറായിരുന്ന വ്യക്തി ഇത് പറഞ്ഞു. പിന്നെ അവൻ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ വേറെ വഴിക്ക് പോയി, ഞങ്ങൾ വേറെ വഴിക്ക് പോയി. ഞാൻ പിന്നെ എൻ്റെ നേരത്തെ പറഞ്ഞ സ്വീറ്റി എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞ എൻ്റെ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയത് സത്യസന്ധമായിട്ട്. ആ വ്യക്തിയാണ് എനിക്ക് ഫ്രീഡം എന്താണെന്ന് പറഞ്ഞു തന്നതും. ആ വ്യക്തിയുടെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ അധികം മിണ്ടാറില്ല. സ്വീറ്റി എന്ന് പറഞ്ഞ ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ അധികം സംസാരിക്കാറില്ല. കാരണം അവൾ വേറെ ലൈഫായി, ഞാൻ വേറെ ലൈഫായി. ഞങ്ങൾ പക്ഷേ എനിക്ക് ഒരു സമയത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായി സംസാരിക്കാനും എനിക്ക് ധൈര്യം പറഞ്ഞ ഒരു ഫ്രണ്ട് തന്നെയാണ് സ്വീറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ അധികം സംസാരിക്കാറില്ല. ചിലപ്പോൾ ഒരു ശത്രുക്കളെ പോലെ ആയെങ്കിൽ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരാളെ നോക്കിയിട്ട് എന്നോട് ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്തതിന് എടുക്കണോന്ന് സംസാരിക്കാനും എന്താണോ ചോദിക്കാനുള്ള ഒരു സ്ട്രോങ് ആയിട്ട് എൻ്റെ ഒരു തൂണായിട്ട് എൻ്റെ കൂടെ നിന്നൊരു ഫ്രണ്ട് തന്നെയാണ് സ്വീറ്റി. ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ നിന്നിട്ട്. കാരണം നമുക്കൊരു തെറ്റ് സംഭവിച്ചാൽ വിളിച്ചെടുക്കും. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഓടി വന്നു പറഞ്ഞാൽ ഓടി വരുമായിരുന്നു ആ സമയത്ത്. പിന്നെ അവരുടെ കൂട്ടിൽ വന്ന ആളുകളും എൻ്റെ കൂടെ വന്ന ആളുകളെ കൂടി ഞങ്ങൾ അങ്ങനെ പതി അങ്ങനെ മാറി. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒന്നും മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പം മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇഷ്ടമാണ്. സീരിയസ് ഇന്നോണം പറയാൻ പാടില്ല, ഞാനിപ്പം മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചസുകളുണ്ട്. ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ എന്റെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചസുകളുണ്ട്. ആ വ്യക്തിക്കും അത് ഇഷ്ടമല്ലായിരിക്കും. ദാറ്റ്സ് ഓൾ. അങ്ങനെ എനിക്ക് മാറ്റം വരണമെന്ന് പറഞ്ഞു, മാറ്റം തോന്നി. ഈ സെയിം സിറ്റുവേഷൻ ഒരു സ്ത്രീയിൽ നിന്ന് എനിക്ക് പുരുഷനാകണമെന്ന് തോന്നിയപ്പോഴാണ് ഗബ്രിക്ക്. എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ ക്യാരക്ടർ ഒരു മെയിൽ ക്യാരക്ടർ തന്നെയായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ അച്ഛനെ എനിക്ക് എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. എനിക്ക് അച്ഛനെ പോലെ നടക്കണം, അച്ഛൻ നടക്കുന്ന രീതി നടക്കണം, അങ്ങനെ ആ ഒരു രീതിയിൽ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ആയിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ കസിൻസൊക്കെ കളിയാക്കുമായിരുന്നു. ഞാൻ ആണായിട്ട് ജനിക്കണ്ടായിരുന്നു, എന്തോ പെണ്ണായി പോയാന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരും കസിൻസൊക്കെ വെറുതെ തമാശയ്ക്ക് പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. എന്റെ അച്ഛനാണ് എന്നെ ഈ തൻ്റെ ഉള്ള രീതിയിൽ നടക്കാൻ പഠിപ്പിച്ചതും. അപ്പൊ ആരിലും എന്താന്ന് ചോദിച്ചാൽ തിരിച്ചെന്താടാന്ന് ചോദിക്കണം, ആരിലും തല്ലിയെ തിരിച്ചടിക്കണം എന്നുള്ള രീതിയിലൊക്കെ എന്റെ അച്ഛൻ പഠിപ്പിച്ചേക്കുന്നത്. ആള് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെ, ഞങ്ങള് എടാ പോടാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഉള്ള ഒരു രീതിയാണ്. അപ്പൊ ഈവൻ ഹണിക്ക് വരെ അറിയാം, ഹണിയോട് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പൊ പുള്ളിയായിട്ട് ഞാൻ അങ്ങനെ കമ്പനിയാണ്. അപ്പം എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എതിർത്തത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. മെയിനായിട്ട് സ്ട്രഗിൾ ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ലീഗലിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നത്. ഫുള്ള് കോർട്ടും പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. കാരണം ഞാൻ ഫാമിലിയിൽ എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കാരണം ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, ആളുടെ പെറ്റായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ അതായതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം ഞാൻ പുറത്തേക്ക് പോകണം, എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ജീവിക്കണം എന്നുള്ളതൊക്കെ വാശി തുടങ്ങിയ സമയത്ത് ഭയങ്കര പ്രശ്നമായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ മിസ്സിങ് കേസും കാര്യങ്ങളായി, കുറേ പ്രശ്നങ്ങൾ, ലീഗലി ഒരുപാട് പ്രശ്നം ഉണ്ടായി. അപ്പോഴൊക്കെ പക്ഷേ എൻ്റെ പുറകെ ഓടുക തന്നെ എൻ്റെ അച്ഛൻ ചെയ്തത്. കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരാൾ വെളിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ആൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്, എനിക്കൊന്നും പറ്റരുതെന്ന് എഴുതി ഓടാൻ പറ്റുന്ന അത്രയും എൻ്റെ അച്ഛൻ്റെ പുറകെ ഓടി. ലാസ്റ്റ് ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. കോർട്ടിൽ ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി കൂടുതലും സംസാരിച്ചത്. അപ്പോൾ അവിടുത്തെ മജിസ്ട്രേറ്റ് പോലും പേഴ്സണലി എൻ്റെ റൂമിൽ ഒരു സംസാരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, തനിക്ക് ലോ ചെയ്തുകൂടെ, കാരണം താൻ സംസാരിക്കുന്നൊക്കെ പോയിന്റ്സ് ആണ്. ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +1 പഠിച്ചത്. അപ്പം ഞാൻ ലീഗലി ഓരോ പോയിന്റ്സും കാര്യങ്ങളും ട്രാൻസ്ജെൻഡർ ലോവും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് സഹായിച്ചു. അതെ, ഞാൻ തന്നെ പറഞ്ഞാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ലിബർട്ടി മേടിച്ച് ഇറങ്ങുന്നത്. പക്ഷേ ഇറങ്ങി കുറേ നാള് ഞാൻ വേറൊരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലായിരുന്നു. പക്ഷെ അതെനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഹണിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുശേഷമാണ് എൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഹണിയാണ് എൻ്റെ ഫാമിലിയോട് സംസാരിച്ചതും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇങ്ങനെ ആവാൻ കാരണം വേറൊന്നും അല്ല എന്നുള്ളതൊക്കെ സംസാരിച്ച് അവരെ മനസ്സിലാക്കി കൊടുത്തും അവരിപ്പോൾ എന്നോട് കൂടുതൽ സംസാരിക്കാൻ കാരണമല്ല ഹണി തന്നെയാണ്. വീട്ടിലൊക്കെയാണ്. എൻ്റെ ചേട്ടനായിരുന്നു പിന്നെയും അക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പം ആള് ലാസ്റ്റ് ഏപ്രിലിൽ വന്നിട്ടുണ്ടായിരുന്നു. ആളും എന്നെ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ മാറണമെന്ന് രൂപമാറ്റം തോന്നിയത് എപ്പോഴാ? എനിക്ക് ഇങ്ങനൊരു കാര്യത്തെ കുറിച്ച് അറിയില്ലായിരുന്നു സത്യം പറയാൻ. ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, ഐ മീൻ ഫീമെയിൽ ടു മെയിൽ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ നെറ്റിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. പിന്നെ എനിക്ക് പേഴ്സണലി 7th തൊട്ട് ഹണീനെ അറിയാം. ഞാൻ 7th പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഹണീനെ അറിയാം. അപ്പം ഞാൻ ഹണിയോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത്. ഇങ്ങനൊരു കാര്യമുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വേറെ ആൾക്കാർ പറയുന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവരെ എതിർക്കുക ചെയ്തത്. ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷനാകുന്ന സമയത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കപ്പെടും, ചിലപ്പോൾ മരണത്തോട് വരെ മല്ലടിക്കേണ്ടി വരും, ഒരുപാട് പൈസകൾ ചിലവാകും.
പൈസകൾ ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ് കാര്യത്തിലാണെങ്കിലും ചിലവ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഹോർമോൺ ലൈഫ് ലോങ് ഒക്കെ ഹോർമോൺ ലൈഫ് ലോങ് എടുക്കണം. അത് ഇഞ്ചക്ഷൻ ആണ്, അത് നമുക്ക് മന്ത്ലി ആണ്. അപ്പൊ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന ടൈമിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക, അതിനുശേഷം ആ റിസൾട്ട് കൊണ്ട് ചെല്ലുക. അപ്പോൾ അവർ അടുത്ത ഡോസിന്റെ കാര്യങ്ങൾ പറയും, അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സർജറി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. എൻ്റെ ഫസ്റ്റ് സർജറി ഇതായിരുന്നു. അപ്പോൾ കയറിയ ടൈമിൽ എനിക്ക് എന്താ സംഭവിക്കാൻ പോകാന്ന് അറിയില്ല. പക്ഷേ കയറിയിട്ട് എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോഴും എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എനിക്കൊരു പെയിനോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല. സർജറി കഴിഞ്ഞിട്ടും റെസ്റ്റിംഗ് പീരീഡിലാണെങ്കിലും എനിക്കൊരു പെയിനോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ചിലപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇല്ല, എൻ്റെ ഒരു ആഗ്രഹം നടന്നതിന്റെ സന്തോഷമായിരിക്കാം. എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയില്ല. ഈ സർജറിക്ക് മുമ്പ് കണ്ണാടിയിൽ നോക്കുമ്പോഴും സർജറി കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലായേ? സർജറിക്ക് മുമ്പ് എനിക്ക് കണ്ണാടി നോക്കാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ബോഡിയിലാണ് എൻ്റെ സോൾ ഉണ്ടായിരുന്നത്. സർജറിക്ക് ശേഷം കണ്ണാടി നോക്കുമ്പോൾ ഞാൻ പൂർണ്ണമായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ട്. അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ സർജറിക്ക് മുമ്പ് എനിക്ക് ഷർട്ട് റിമൂവ് ചെയ്ത് നടക്കാൻ പറ്റില്ല. അതായത് ആ ഒരു ഫീമെയിൽ ബോഡി ആയതുകൊണ്ട് ഫേസ് മെയിലാണ്, ബോഡി ഫീമെയിൽ ആണെന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എൻ്റെ സർജറിക്ക് ശേഷം എനിക്ക് എന്തും ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് സന്തോഷമാണ്. അതെ, ഒരുപാട്. ഈ സെയിം ചോദ്യം ഹണിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹണി എന്ത് ഉത്തരം പറയും? ഞാൻ ആക്ച്വലി ഫീമെയിൽ ആയിരുന്നപ്പോഴും മെയിൽ ആയിരുന്നപ്പോഴും ഞാൻ ബോഡി ബേസ് ഞാൻ ഹാപ്പി ആയിരുന്നു. മീൻസ് ആണായിരിക്കുമ്പോഴും ഞാൻ ഇടുന്ന വസ്ത്രങ്ങളായിരുന്നാലും ലേഡീസിന്റെ തന്നെ ലേഡീസ് ടൈപ്പ് ജീൻസും ടീഷർട്ട്സ് ഒക്കെ തന്നെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. കാരണം എനിക്ക് പാർട്ണറായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചു തന്നിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടീസോ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ കൂടുതലും ഇത്തിരി കൂടി മാൻലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത്. കാരണം എനിക്ക് 4 ചേച്ചിമാരാണ്, അവർ 4 പേരും മാരീഡ് ആയിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ കാണുമെന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാൻ കുറച്ച് ജെന്റിൽമാനായിട്ടൊക്കെ പോയിരുന്നു. കാരണം ഇഷ്യൂസ് ആകണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പട്ടണേഷ്യൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മേക്കപ്പ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ് പീപ്പിൾസിന് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുന്ന ഒരു ഫീൽഡാണ് ഫിലിം ഫീൽഡ്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളാണ് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള ആളുകൾ, കമ്മ്യൂണിറ്റീനെ. അപ്പൊ എനിക്ക് കുറച്ച് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെനിക്ക് പ്രിഫർ ചെയ്തതാണ് മേക്കപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ റഷീദ് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ സമയത്ത് റഷീദ് സാർ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നല്ല കുട്ടിയാണ്, നല്ല മോനാണ്, കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്ക് വേണ്ടി താടി വളർത്തിയിട്ട് നടക്കാൻ പറഞ്ഞു. കാരണം ഇപ്പൊ നോക്കി പലയിടത്തും ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കണം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ താടി വളർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 4 മാസം താടി വളർത്തിണ്ടായിരുന്നു ആ കോഴ്സ് കഴിയണവരെ. അപ്പൊ എനിക്ക് ആ 4 മാസം താടി വളർത്തിയ സമയത്തുള്ള കുറെ ഫോട്ടോസാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോട്ടോസും താടി വളർത്തിയ ഫോട്ടോസും മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. താടി ഇല്ലാത്ത ഫോട്ടോസൊന്നും ഇല്ല. പക്ഷെ താടി ഇല്ലാത്ത സമയത്തും ഞാൻ ലൈക്ക് ഫീമെയിൽ പോലെ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നു. പിന്നെ സർജറി കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ പെൺകുട്ടികളുടെ അവയവങ്ങൾ വരുന്നു. എന്ന് പറഞ്ഞാൽ താഴത്തും മേളിലും പെൺകുട്ടികളുടെ അവയവങ്ങൾ വരുന്നത്. സർജറി എല്ലാം കഴിഞ്ഞതാണ് പൂർണ്ണമായിട്ട്. എല്ലാ സർജറിയും കഴിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ചേഞ്ചസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് 2 രീതിയിലും ഞാൻ ഫീമെയിൽ ആണെന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എത്ര രൂപയുള്ള ഒരു സർജറിക്ക് വന്നു? നല്ല പൈസ. ഇപ്പൊ ഒരു ഡിപ്പെൻഡന്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ ഞാൻ 2 times ഡൗൺ സർജറി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ട് സർജറീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ വെജേന പോലെ തന്നെ നമ്മളൊരു സർജറി ചെയ്യും. നോർമലി നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റുന്ന സർജറീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വെജേന പോലെ തന്നെ ഇരിക്കും. അപ്പൊ അത് നോർമലായിട്ട് ചെയ്യാൻ 1 lakh rupees ഒക്കെ മതി. അപ്പൊ നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. നമുക്ക് ഇപ്പൊ സാധാരണ ആൺകുട്ടികൾ യൂറിൻ പാസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പെൺകുട്ടികളുടെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് ഒരു ആൺകുട്ടികളുമായി സെക്സ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുമായിട്ട് സെക്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാനത് ചെയ്തതിന് ശേഷം ഞാൻ എറണാകുളത്ത് വന്ന സമയത്ത് എന്റെ കൂടെ തന്നെയുള്ള ഇവിടെ എറണാകുളത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരും ആഘോഷിക്കപ്പെടുന്ന ഒരു ട്രാൻസ് വുമൺ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ വലിയ സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ വളരെ വലിയൊരു വ്യക്തിയായിട്ടോ ആഘോഷിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവര് വലിയ ആളാണ്, ഇവര് വലിയ സംഭവമാണെന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്നെ വളരെ വളരെ മോശമായിട്ട് ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കായിട്ട്. ആ വ്യക്തിയുടെ പേര് അനന്യ സാനു അലക്സ് എന്നാണ്. ആ വ്യക്തി എന്നെ എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഇട്ടിട്ട് ഞാൻ എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നെ ഒരു കടയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിനെ കുറിച്ച് എന്റെ കമ്മ്യൂണിറ്റി ഉള്ളവർക്കെല്ലാം നല്ല അഭിപ്രായമായിരിക്കും.
എനിക്ക് അവർ മോശം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അവരെ പറ്റി പറയുന്നത് ഇപ്പൊ ഇതും എനിക്ക് ഒരു മോശമായിട്ട് തന്നെ വരുമായിരിക്കും. ഇതിനകത്തും ഞാൻ കമ്മ്യൂണിറ്റിക്കെതിരെ മോശം പറഞ്ഞത് എനിക്ക് അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം എനിക്ക് ചെയ്ത തെറ്റായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവർക്ക് നല്ല ചെയ്തിട്ടുണ്ടാവും, അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, അവരെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ പറയുന്ന കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ആരുടെ അടുത്തും പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന ഒരാൾ പരിചയപ്പെട്ടു. നമ്മളെല്ലാവരും സ്ത്രീ ആയി കഴിയുമ്പോൾ നമ്മളൊരു പുരുഷൻ വന്ന് ലൈൻ അടിക്കുമ്പോഴോ ഒന്ന് നമ്മളെ ട്യൂൺ ചെയ്യുമ്പോഴോ അല്ല ഒരാൾ നമ്മളെ വശീകരിക്കുമ്പോഴോ ഒക്കെ നമ്മളൊന്ന് നോക്കി ചിരിക്കുമ്പോഴൊക്കെ ഒരാണോ ഒരു പെൺകുട്ടിയായിരിക്കുന്ന എന്നെ നോക്കി ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇംപ്രസ്ഡ് ആവും, ഞാൻ സന്തോഷവതിയാവും. ഞാൻ ഇത്ര ചേഞ്ച് ആയല്ലോ, എന്നൊരാണ് വന്ന് കമന്റ് അടിക്കുന്നു സുന്ദരിയായെന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കേ അറിയാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു നല്ല റിസോർട്ട് എടുത്ത് തന്നെ കാണാൻ, തന്റെ പേരുന്നത് ഞാൻ പറഞ്ഞു എന്റെ പേര് ഹണി എന്നാണെന്ന് പറഞ്ഞപ്പോൾ ഇവര് വന്ന് അയാളോട് സംസാരിച്ചു. സംസാരിച്ച സമയത്ത് എന്റെ കൂടെയുള്ള പലർക്കും അറിയാം. എന്റെ മോള് നദാഷ എന്ന് പറയുന്ന വ്യക്തിക്ക് വരെ ഈ സംഭവത്തെ കുറിച്ച് അറിയാം. ഈ വ്യക്തി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തിയോട് ഈ അനന്യ എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു സോറി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഈ വ്യക്തി ഉടനെ തന്നെ പറയുവാണ് ഇവൾക്ക് കേറാത്ത ഡാഷാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ പറയുന്ന ബോയിനോട് പറയുവാണ് കേറാത്ത ഡാഷ് ആണെന്ന്. എന്ത് കാര്യം ഇരിക്കുന്ന അയാളോട് പറയാൻ? അയാൾ വന്നിട്ട് ഈ പറയുന്ന എന്നോട് ചോദിച്ചു അടിയിൽ ഇങ്ങനത്തെ സാധനമാണെന്നോ, കയറുവോന്നോ കയറില്ലേന്നോ, അടിയിൽ ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നെ കാണാൻ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു കാരണത്തിന് എന്നെ പബ്ലിക്കായിട്ട് എന്റെ കമ്മ്യൂണിറ്റി പറയുവാണ് ഇവൾക്ക് കയറാത്തതാണെന്ന് പറഞ്ഞു. എന്നെ എല്ലായിടും വെച്ച് കരഞ്ഞു പോയി. അവിടെ നിന്നിട്ട് പബ്ലിക്കായിട്ട് അത്ര ആളുകളുടെ വെച്ച് ഞാൻ കരഞ്ഞുപോയി. ഇതൊന്നും ഒരു കമ്മ്യൂണിറ്റിക്ക് അറിയാൻ പാടില്ല. പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ കരഞ്ഞു, ഞാൻ സത്യമായിട്ടും കരഞ്ഞു. അത്ര പേരുടെ മുമ്പ് വെച്ചിട്ട് എന്റെ കമ്മ്യൂണിറ്റി എന്നെ പറഞ്ഞപ്പോ ഞാൻ ഒരു 6 മാസമായിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് എത്ര വേദന സഹിച്ചിട്ടായിരിക്കും എന്നറിയോ. ഒരാണിന്റെ അവയവം ഞാൻ സർജറി ചെയ്തിട്ട് ഞാൻ വന്ന് നിൽക്കുവാണ്. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഈ പറഞ്ഞ വ്യക്തിയാണ് സർജറി ചെയ്തിട്ടില്ല. ആ വ്യക്തി സർജറി ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ വ്യക്തി തന്നെ എന്റെ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരാള് ഞാനല്ല കമന്റ് പറഞ്ഞത്. ആ കമന്റ് പറഞ്ഞതിന് വേണ്ടി ഈ വ്യക്തി എന്നെ പറ്റി പറഞ്ഞ കാര്യമാണ്. അതും അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എല്ലാരും കളിയാക്കി ചിരിച്ചു. ആ വ്യക്തി അത് കഴിഞ്ഞിട്ട് ഇതേ വ്യക്തിക്ക് ഇതേ സർജറി ചെയ്തപ്പോ ഫെയിലിയർ ആയി പോയില്ലേ. എന്റെ മുമ്പിൽ വന്നിട്ട് എന്തേ പറഞ്ഞ സോറി പറയേണ്ട അവസ്ഥ വന്നില്ലേ. അതൊക്കെ ദൈവം കൊടുക്കുന്നത് തന്നെയാണ്. അതിനുശേഷം ഇയാളുടെ വാശിക്ക് തന്നെ ഞാൻ പോയിട്ട് പിന്നെയും 2ാമത് റീസർജറി ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്റെ വയർ ഓപ്പൺ ചെയ്ത് കുടലെടുത്ത് എന്റെ വയറിന്റെ അവിടെ നിന്ന് ബിക്കിനിയുടെ സ്ഥലത്തുനിന്ന് കുടലെടുത്തിട്ട് 2ാമത് സർജറി ചെയ്തിട്ട് എനിക്ക് വാശിയുള്ള ഒരാളാണ്. ഞാൻ ഇവരെ പോലെ വാശിയില്ലാത്ത ഒരാളൊന്നുമല്ല. ഞാൻ 2ാമത് പോയിട്ട് സർജറി ചെയ്യാൻ വേണ്ടി കാശ് റെഡിയാക്കിയിട്ട് ഞാൻ 1 മാസത്തിനുള്ളിൽ തന്നെ പോയിട്ട് ഡേറ്റ് എടുത്ത് എല്ലാവരേക്കാളും മുന്നേ ഞാൻ പോയിട്ട് നമുക്ക് അടുത്ത ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുടലെടുത്ത് ചെയ്യണം. കാരണം ലൂബ്രിക്കേഷൻ വേണം. ചുമ്മാ നമ്മൾ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആരുടെയും ഒരു പെനീസും ഒരു പെണ്ണിന്റെ വെജിനോട് ഉണ്ടെങ്കിൽ നമുക്ക് ലൂബ്രിക്കേഷൻസ് വേണം. ഇത് ആർക്കും അവയർനെസ് ഇല്ല. എന്താ സംഭവിക്കുന്നത്? ഒരു ട്രാൻസ്വുമൻ സർജറി പ്ലാസ്റ്റിക് വെച്ചിരിക്കുവാണ്. പ്ലാസ്റ്റിക് അല്ല വെക്കുന്നത്. ഒരാളുടെ നാച്ചുറലായിട്ട് സ്കിന്നും അതിനകത്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂസും എല്ലാം നാച്ചുറൽ തന്നെയാണ്. യൂട്രസ് ഇല്ല എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതറിയാത്ത വിഡ്ഢികൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. യൂട്രസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കുടലെടുത്തിട്ട് സർജറി എന്ന് പറഞ്ഞാൽ അത് പോയി ചെയ്ത് ഇതൊന്നും ട്രാൻസ്വുമൻസിന് വേണ്ടിയുള്ള സർജറികളൊന്നും അല്ല. റിയൽ ആയിട്ട് ജനിക്കുന്ന പെൺകുട്ടികൾക്കും അകത്തോട്ട് ഹോൾസിന് ഡെപ്ത് ഇല്ലാത്തവരുണ്ടാവും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അത് പെൺകുട്ടികളാണ് ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ്സിന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് ഓരോ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഡോക്ടേഴ്സ് ഇരിക്കുന്നത്? അപ്പൊ ഈ സർജറി ഒക്കെ ചെയ്തു തരുന്നത് ഡോക്ടേഴ്സ് ആണ്. അല്ലാതെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മാനസിക രോഗ വിദഗ്ധന്മാരൊന്നും അല്ല ചെയ്തു തരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇതിനകത്തും വന്ന ആളുകൾ ചെയ്യും ഇത് മാനസിക രോഗമാണെന്ന് അറിയാം. മാനസിക രോഗമാണെങ്കിൽ നമ്മൾ മാനസിക രോഗ കേന്ദ്രത്തിലോട്ടല്ലേ വിടേണ്ടത്. ഇത് നമുക്ക് ചെയ്തു തരുന്നത് ഇതിനൊക്കെ വേണ്ട വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്തു തരാം. അപ്പൊ എനിക്കുള്ള സർജറിയും ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്നവരുടെ കുടലെടുത്തിട്ട് അതിനൊക്കെ സർജറി ചെയ്ത് അത് ചെയ്ത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ വേറെ റിലേഷനിലേക്ക് പോയതിനു ശേഷവും ആ റിലേഷനിലോട്ട് ഇതേ സെയിം വ്യക്തി വന്നിട്ട് ഞാൻ റിലേഷനിലേക്ക് പോയിരുന്ന വ്യക്തി കാസർഗോഡുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിനെ ഇയാൾക്ക് പേഴ്സണലായിട്ട് അറിയായിരുന്നു. ആ വ്യക്തിൻ്റെ അടുത്ത് ഇയാൾക്ക് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചിട്ട് പറയും ഹണി വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്. എന്നാൽ ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും അയാളുടെ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അത് ആ ചാറ്റ് കണ്ടിന്യൂ ബ്ലോക്ക് ചെയ്തു.
അതിനുശേഷം എന്നോട് പറയാൻ തുടങ്ങി, എന്തിനാണ് ഇങ്ങനെ കൊല്ലങ്ങളായിട്ട് ഒരാളുടെ കൂടെ ജീവിക്കുന്നത്, ഈ പുള്ളിക്കാരത്തി എന്റെ കുറച്ച് ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. മീൻസ് അത് പോരാഞ്ഞിട്ട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്ന് നെഗറ്റീവ് പറഞ്ഞ് ഞങ്ങൾ കാലിക്കറ്റ്, ഇപ്പൊ ഞാനൊരു ദോയ എന്ന് പറഞ്ഞ സംഘടനയിൽ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് കാലിക്കറ്റ് ഷോക്ക് പോയ സമയത്ത് ഞാൻ അന്ന് എൻ്റെ അടുത്ത് എന്നെ ഇക്കോ പറഞ്ഞിട്ടായിരുന്നു, ആ ഷോയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ന ഡ്രസ്സ് ഇടരുതെന്ന്. ഞാൻ ആ ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ട് ആ ഷോക്ക് കയറി. എന്നിട്ട് ഞാൻ അനിൽ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഡ്രസ്സ് ഇടുന്ന കാര്യം പറയരുതിക്കാനോടൊന്നും. ഈ കാര്യം ഞാൻ പോലും അറിയാതെ ഫോട്ടോ എടുത്ത് ഇക്കാക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്റെ ലൈഫ് നശിപ്പിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്കെതിരെ ഈ കമ്മ്യൂണിറ്റികൾ ചെയ്തത്. ആ അതേ വ്യക്തി, അതേ ആളുകളെയാണ് എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ദൈവത്തെ പോലെ കാണുന്നത്. കാരണം കുറെ കമ്മ്യൂണിറ്റികൾക്ക് ഇവർ പൈസ കൊടുത്തിട്ട് ഫിനാൻഷ്യലി ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹണി ഇപ്പോഴും ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവർക്ക് ഹണിയെ ദ്രോഹിച്ചവർ എങ്ങനെ നല്ലതാണെങ്കിലും അണിക്ക് ദ്രോഹം ഉണ്ടായിട്ടുള്ളല്ലേ? എനിക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സമയത്ത് ഒരു സാരി തരുന്നതോ ഒരു ചുടിദാർ തരുന്നതോ ഒരു സമയത്ത് ഒരു 10,000 രൂപ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവർക്കൊക്കെ വലിയ സംഭവങ്ങള്. ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് എന്നോട് അടുത്തിരിക്കുന്നവർക്ക് മാത്രമായിരിക്കും. എനിക്ക് കണ്ണി കാണുന്ന എല്ലാവർക്കും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. യോഗ്യതയുള്ള ആവശ്യമില്ലാത്ത ആളുകൾക്ക് എന്തിനാ കൊടുക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ചുമ്മാ നമുക്ക് കുറെ ആണുങ്ങളെ വെച്ച് താമസിക്കുന്ന കുറെ ട്രാൻസ്ഫോമൻസ് ഉണ്ട്. ചുമ്മാ ആണുങ്ങളെ വെച്ചിട്ട് അവരെന്നോട് വിളിച്ച് പൈസ വയ്ക്കും. ചുമ്മാ വെച്ചോണ്ടിരിക്കുക. കുറെ നാൾ കഴിയുമ്പോൾ 10,000 രൂപ തരുമോ 2,000 രൂപ. ഞാൻ പറയാം, എന്തിനാ പൈസ? റെന്റ് കൊടുക്കാനാ പൈസ? ആണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ? പൈസക്ക് പണിക്ക് പോകണം. അവരെ പണിക്ക് വിടണമെന്നേ എന്നോട് ഞാൻ കൊടുക്കില്ല. ഈ പറഞ്ഞ ആളുകളെ ശത്രുത കൂടുന്നേ സീരിയസ്ലി. പിന്നെ ഞാൻ വിളിച്ചു പറയും ഇതൊക്കെ. എന്നോട് ചോദിക്കുന്നതാണോ വലിയ ചോദിക്കാന്നൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് പറയും. കാരണം ഇവരെ ആണുങ്ങളെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ പൈസ ചോദിക്കണം? ഒന്നെങ്കിൽ ആണുങ്ങൾ പണിക്ക് പോകണം, അല്ലെങ്കിൽ ഇവര് പണിക്ക് പോകണം. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ ഒരാണുങ്ങളെയും വെച്ചോണ്ട് ഞാൻ ആണുങ്ങൾക്ക് പൈസ കൊടുക്കുന്നില്ല. ഞാൻ ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചെലവിൽ തന്നെ ജീവിക്കുന്നത്. അതും പറഞ്ഞ് എന്നെ ഗ്രൂപ്പിൽ കളിയാക്കാറുണ്ടായിരുന്നു ഒരു സമയത്ത്, ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ ജീവിച്ചു പോകുന്നത്. അതെന്റെ കഴിവായിരിക്കും. ആണുങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഞാൻ എന്തായാലും ആണുങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഇവര് പറയണ ഇവരുടെ ഇഷ്ടമല്ല ആണുങ്ങൾക്ക് അങ്ങോട്ട് പൈസ. ഞാൻ പറഞ്ഞ അത് അവരുടെ ഇഷ്ടമായിരിക്കും. പക്ഷെ എന്നോട് ഇങ്ങനെ പൈസ ചോദിക്കണം, കടം ചോദിക്കണം എന്തിനാ? അപ്പൊ ഞാൻ തരില്ല. ഇവരുടെ ഇഷ്ടം. ഞാൻ ആരോടും പൈസ കടം ചോദിക്കുന്നില്ല. ഞാൻ ഒരു ആണിന്റെ കൂടെ ജീവിക്കുന്നു, സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഞാൻ അവരോട് പൈസ ചോദിക്കാത്തത്ര കാലം എന്നോടും ചോദിക്കണ തെറ്റല്ലേ? ഈ പറയുന്ന വ്യക്തി കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവർക്ക് അവര് ദൈവമായിരുന്നു. ഈ പറയുന്ന ആളുകളുടെ മരിപ്പിന് ആണ്ടിന് ഞാൻ പോയില്ലെങ്കിൽ അതും എന്റെ കുറ്റം. ഇവരുടെ പോയി ഞാൻ കാണത്തെ എന്നെ പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്തോണ്ട് ഞാൻ പോകുന്നില്ല. അതും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്റെ കമ്മിറ്റി വന്നിട്ട് ഇവളൊക്കെ വലിയ സംഭവമാണ്, ഇവളുടെ ചേച്ചി ഭരിച്ചിട്ട് ഇവര് പോകില്ല. എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ മരിക്കുന്നവരെ എന്നെ ആ പബ്ലിക്കിലിട്ട് നാണം കെടുത്തിയിട്ട് രണ്ടാമത് എന്റെ ശരീരത്തിൽ കത്തിവെക്കാൻ കാരണം അവരാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചു പോയനാ. എന്റെ ജീവിതത്തിൽ എനിക്ക് അതിന്റെ രണ്ടാമത്തെ സർജറിയുടെ ആവശ്യമില്ലായിരുന്നു. ഈ സർജറിക്ക് നല്ല വേദനയായി 2-3 മാസത്തേക്ക് നമുക്ക് യൂറിൻ ഒഴിക്കുമ്പോ നീറ്റിലെടുത്ത് മരിക്കും നമ്മള്. പച്ച മാംസത്തിനകത്തൂടെയാണ് ഈ യൂറിൻ പോലുള്ള ഹോളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ജന്മന ഉള്ള സർജറി ഒന്നും അല്ലല്ലോ. അതിനകത്ത് ഒരുപാട് അപ്പൊ എന്തിനാ ചെയ്യണമെന്നേക്കും. ഈ പറയുന്ന ആളുകൾക്ക് ഇതിന്റെ ഫീലിങ്സ് ഒന്നും അറിയത്തില്ല. പറയുന്ന ആളുകൾ എന്തിനാണ് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? വീട്ടിൽ ഇരുന്നപ്പോര് അത് ഓരോരുത്തരും ഇതാണ്. ഞാൻ അതൊക്കെ സാക്രിഫൈസ് ചെയ്ത് അല്ലെ സർവൈവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതെ ഞാനല്ലേ നോക്കുന്നത്. ഞാൻ എന്നും ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നതാണ്. ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ വരുമ്പോൾ ഞാൻ അവരിൽ നിന്ന് മാറി നിൽക്കുന്നു. ഹണി കുറെ വിഷമങ്ങളും വേദനകളിൽ നിന്ന് കടന്നുപോയതല്ലേ? പക്ഷെ ശരിയാണ് സാറേ ആളുടെ മെയിൻ. പക്ഷെ ഞാൻ ഗബ്രീനെ അങ്ങനത്തെ വേദനകളിൽ നിന്ന് വിടാതിരിക്കാനാണ് ഗബ്രി വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ ഞാൻ ഗബ്രീനെ ടേക്ക് കെയർ ചെയ്തത്. സീരിയസ്ലി ഇങ്ങനെ ഒരു കൂട്ടുകാരെ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്നോട് ആരെന്ത് പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് ഹണീനെ അറിയാം, ഹണിക്ക് എന്നെ അറിയാം. ഞങ്ങൾക്കത് മതി. വേറെ ആരുടെയും അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടും കേറുന്നില്ല, അവർ ഇങ്ങോട്ടും കേറണ്ട. അതെ, ഞങ്ങളുടെ വീഡിയോസിന് തന്നെ ഒരുപാട് മോശം കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ എന്നെ പറഞ്ഞുകൊണ്ടായിക്കോട്ടെ, ഹണീനെ പറഞ്ഞുകൊണ്ടായിക്കോട്ടെ, മാക്സിമം ഞങ്ങൾ ഒഴിവാക്കും. കാരണം വരുന്ന ഭൂരിഭാഗം ഫേക്ക് അക്കൗണ്ടുകളായിരിക്കും. ചിലപ്പോൾ ഹണി പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി തന്നെ ആയിരിക്കാം. ഞങ്ങളത് നോക്കാറില്ല. പിന്നെ അവസാനം സൈഡ് ഇടുമ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വരുന്നതിനൊക്കെ ഞങ്ങൾ മറുപടിയും കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കമ്മ്യൂണിറ്റി എന്നാണ് പറയണെന്നറിയോ? ഇത് നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടല്ലോ, അതറിയാതെ കമ്മ്യൂണിറ്റിക്കേ ഉള്ളൂ. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കമന്റിൽ വരും. അത് എന്റെ കമ്മ്യൂണിറ്റി, എന്റെ ഹസ്ബൻഡിന്റെ പേര്, എന്റെ പേഴ്സണൽ കാര്യങ്ങള്, എന്റെ പഴയ കാര്യങ്ങള്, ഇതൊക്കെ അറിയുന്നത് എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ്. അല്ലാതെ പബ്ലിക്കിലുള്ള ആളുകൾക്കൊന്നുമല്ല. അതിനകത്ത് കുറച്ച് പൊടിയും തൊങ്ങലും കൂടി ഇട്ടിട്ട് ഇവർ കമന്റ് ഇടുമ്പോൾ എനിക്കറിയത് പബ്ലിക്കിലല്ല കമന്റ് വന്നിരിക്കുന്നത്, കമ്മ്യൂണിറ്റിയിലെ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് ഈ പറയുന്ന ആളുകൾ. ഇവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ആണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട്
ഗബ്രിക്ക് എന്തോ ഈ നിമിഷം പറയാനുള്ളൂ, ക്യാമറ എന്നൊക്കെ പറയാം? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ ചെയ്യാനുള്ളത് ചെയ്തോട്ടെ, ഞങ്ങളെ ബാധിക്കുന്ന വിഷയം. ഞങ്ങൾക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയും. പറയുന്നവർ പറയും, ഞങ്ങളത് കാര്യമാക്കില്ല. പക്ഷെ മറുപടി കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾ കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്യും. ഹണിക്കോ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ നേരെ ആളുകൾ എന്ത് വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതെല്ലാം നോക്കി തിരിഞ്ഞ് നോക്കാനാണെങ്കിൽ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ, അതും ഒറിജിനൽ അക്കൗണ്ടാണ് മാത്രം. അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ബോധേഡല്ല. കാരണം ഇതിനേക്കാൾ വലിയ മോശമായ കമന്റ്സുകളും ചീത്ത കാര്യങ്ങളും ഒരുപാട് മോശം അനുഭവങ്ങളും മുന്നേ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് ആ സമയത്ത് ഞാൻ തളർന്നു പോവാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ഇത്രയും കാര്യങ്ങളിൽ വന്ന് നിൽക്കില്ലായിരുന്നു. എനിക്കുള്ളത് മറ്റുള്ള ഇതല്ലല്ലോ. പിന്നെ എന്റെ നാട്ടില് എന്റെ ഫാമിലിയില് ഞാൻ ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജെൻഡറിലേക്ക് വന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ എന്റെ ജെൻഡർ സെലക്ട് ചെയ്തത് കൊണ്ടും ഞാൻ എന്റെ ജെൻഡറിൽ ജനിച്ചത് കൊണ്ടുമാണ് ഞാൻ ഇന്ന് പ്രൗഡായിട്ട് 10 പേര് അറിയുന്ന രീതിയിലെങ്കിലും ഞാൻ വന്നത്. ഞാൻ അത് നോർമലായിട്ടൊരു ജെൻഡറിൽ ജനിച്ച ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്റെ അമ്മച്ചിയുടെ ഇളയ മോളായിട്ട് എന്റെ ചേച്ചിമാരെ പോലെ ഏതെങ്കിലും അച്ചായന്മാരെ കല്യാണം കഴിച്ച് അവരെ പോലെ 2-3 മക്കളുടെ അമ്മയായിട്ട് എവിടെയെങ്കിലും കൂടിയേനും. ഞാൻ ട്രാൻസ്വുമൺ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ജെൻഡറിനെ ഒരു പ്രീഷ്യസ് ആയിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലെക്കായിട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് ഇന്ന് വന്നിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ ഈ ജെൻഡറിലായതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ഞാൻ ഫിലിംസ് ചെയ്തപ്പോഴാണേലും എന്റെ എല്ലാ പാർട്ട്നേഴ്സിനെ കിട്ടുന്നതും എല്ലാം എന്റെ ഈ ജെൻഡറിന്റെ ലെക്ക് തന്നെയാണ്. സീരിയസ്ലി എനിക്ക് കിട്ടുന്ന ഓരോ അച്ചീവ്മെന്റ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ. സീരിയസ്ലി ഇനി മുന്നോട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ഹണിക്ക്? ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ ഹാപ്പിനെസ്സും അനുഭവിച്ച ഒരാളാണ് ഞാൻ. എല്ലായിടത്തും എല്ലാം ഞാൻ സ്വപ്നം കണ്ട എല്ലാം എൻ്റെ ലൈഫ് നടന്നിട്ടുണ്ട്. എനിക്ക് സ്വന്തമായി വീടുണ്ട്, വാഹനങ്ങളുണ്ട്, ജോലിയുണ്ട്, മീൻസ് എല്ലാം. എനിക്ക് സർജറീസ് എല്ലാം കഴിഞ്ഞു, മീൻസ് എൻ്റെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. ഇനി എനിക്ക് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നാടുകൾ ഇങ്ങനെ ചുറ്റി കാണുക, ജീവിതം സന്തോഷമായി ജീവിക്കുക, ഇങ്ങനത്തെ നെഗറ്റീവുകളൊക്കെ ചുറ്റും തിരിഞ്ഞു നോക്കാതെ നേരെ ജീവിച്ചു തീർക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിപൊളി. ഗബ്രിക്കോ? എനിക്കും എന്റെ ഹയർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ആടി പറഞ്ഞ പോലെ ട്രാവലിംഗ് ഇറ്റ്സ് എ പാഷൻ ഫോർ മീ. സോ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ? ഓഫ് കോഴ്സ് ലഡാക്ക്. ലഡാക്ക്. രണ്ടുപേരോടെ പോന്നേ, ഒരു ഹിമാലയം ഒക്കെ എടുത്തങ്ങോട്ട് പോവോ? ഞാൻ ആക്ച്വലി ജമ്മുവിൽ പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ ഫുള്ള് സ്ഥലങ്ങളെയും കവർ ചെയ്തിട്ടുണ്ട്. ലഡാക്കിൽ പോയിട്ടില്ല, അല്ലാതെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളെയും പോയിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് ഞാൻ തായ്ലൻഡിൽ പോയിട്ടുണ്ട്, മലേഷ്യ പോയിട്ടുണ്ട്, മീൻസ് അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രിപ്പ് പോകുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ യാത്രകൾ നമ്മളുടെ ഒരുപാട് വിഷമങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു. സീരിയസ്ലി യാത്ര ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നത്. നമ്മൾ ഇട്ടാവട്ടത്തെ ലോകമല്ല യാത്ര. അല്ലല്ല, നമ്മളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യൻ, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ടേസ്റ്റി ഫുഡുകൾ, അവിടുത്തെ ആളുകളുടെ ഫീലിങ്സ്, അവിടുത്തെ ആളുകളുടെ ഒരു ജീവിത രീതികളൊക്കെ നമ്മളോട് പറയുമ്പോൾ അവരുടെ സ്നേഹം, നമ്മൾ അറിയാത്ത ആളുകളാണല്ലോ, നമ്മുടെ ജീവിതങ്ങൾ അറിയില്ല, നമ്മുടെ സ്വഭാവങ്ങൾ അറിയില്ല, നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾ നമ്മളെ നേരിട്ട് കാണുമ്പോൾ നമ്മളോടുള്ള ട്രീറ്റ് ചെയ്യുന്ന രീതി, അവരെ നമ്മളെ കെയർ ചെയ്യുന്നത്, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ സ്നേഹം, അതൊക്കെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതേപോലെ തന്നെ നമ്മളെ ചീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മള് ആരാണെന്ന് അറിയാതെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളിൽ നിന്ന് പണമോ സമ്പാദ്യമോ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ അപഹരിക്കാനുള്ള ആളുകളും വരും. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും ഉണ്ട് അങ്ങനത്തെ ആളുകള്, നമ്മുടെ കൂടെയും ഉണ്ട്, നമ്മുടെ പുറത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് അങ്ങനത്തെ ആളുകൾ. മനുഷ്യനല്ലേ, മനുഷ്യൻ എല്ലായിടത്തും മോശമായവരും ചീത്ത ആളും. ഇപ്പൊ ട്രാൻസിലും ഉണ്ട് ചീത്ത ആളുകളും നല്ല ആളുകളും. ഒരുപാട് നല്ല ട്രാൻസ്വുമൻസും നല്ല ട്രാൻസ്മെൻസും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ആണുങ്ങളും ഉണ്ട്. ഇപ്പൊ എനിക്കുള്ള എല്ലാ ആൺസുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ നല്ല സ്ത്രീകളും ഉണ്ടാവും. എല്ലാത്തിലും ഉണ്ടാവും ഒരു ചീത്ത. നമ്മൾ അരി കടയിൽ നിന്ന് എത്ര നല്ല വാങ്ങിച്ചാലും ഒരു ചീത്തരി ഉണ്ടാവൂലേ, അതുപോലെ നമ്മൾ എത്ര ശുദ്ധമാക്കാൻ ശ്രമിച്ചാലും ഒരു ചീത്ത അരിയെങ്കിലും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ചീത്ത മനുഷ്യന്മാരുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ മാറാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് രണ്ടുപേരും പറയാനുള്ളത്, നിങ്ങളെ പടച്ചു വിട്ട കടവുകളൊക്കെ 10-ൽ 10 കേട്ടോ. ഇടയിൽ കമന്റ്സ് എന്തോ വന്നാലും ഈ ഒരു സന്തോഷം മുന്നോട്ട് പോന്നേ. മനുഷ്യന്റെ ഒറ്റ ജീവിതമേ ഉള്ളാണോ? അപ്പൊ സന്തോഷമായിട്ട് മുന്നോട്ട് പോ. ഹണി ഒത്തിരി സന്തോഷം കേട്ടോ, കാരണം ഹണി സംസാരിക്കുന്ന ഓരോ വാക്കിലും പക്വതയുണ്ട്, അതിലുപരി ഒരു നിലപാടുണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഇല്ല. 2 ഗബ്രി ആണെങ്കിലും ഇങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുന്നത് ചെറിയ കാര്യമല്ല ഈ കാലഘട്ടത്ത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.